ഹലോ മാനിഫെസ്റ്റേഴ്സ്, ഇന്ന് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഡേ 7 ആണ്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് സെൽഫ് ലവ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലാണ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരും ഇല്ലാത്ത ഫീലിങ്സിലാണ് ഇരിക്കണതെങ്കിൽ, നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ ആരും നിങ്ങളുടെ ചുറ്റുമില്ലെങ്കിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തിനെ നിങ്ങൾ മിസ് ചെയ്തു എന്നുള്ളതാണ്. ആരാണ് ആ സുഹൃത്ത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അത് വേറെ ആരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുഹൃത്ത്, ഏറ്റവും നല്ല കമ്പാനിയൻ നമ്മൾ തന്നെയാണ്. പക്ഷേ മിക്കപ്പോഴും മിക്ക ആളുകളും മറന്നു പോകുന്നത് നമ്മളുടെ പ്രസൻസ് തന്നെയാണ്. എപ്പോഴും മറ്റുള്ളവർ വേണം നമ്മുടെ ചുറ്റുമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ആർക്കും നമ്മളുടെ കൂടെ ചിലപ്പോൾ സമയം ചെലവഴിക്കാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളുടെ സംസാരം ഇഷ്ടമുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികൾ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമ്മളോട് ഏറ്റവും ഈ ഭൂമിയിലെ ഏറ്റവും ഇഷ്ടം നമുക്ക് നമ്മളോട് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും സ്വയമായിട്ട് ഞാനതൊന്നും വിചാരിച്ച് ചെയ്തതല്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്വയമായിട്ട് ന്യായീകരിക്കാറുണ്ട്. അതിൻ്റെ റീസൺ നമുക്ക് നമ്മളെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ചുറ്റുമുള്ള ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് തന്നെ സ്വയമായിട്ട് നമ്മളോടുള്ള ഇഷ്ടം നഷ്ടപ്പെട്ടതാണ്. സോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമായി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റും ആരാണോ അവർക്കൊക്കെ നിങ്ങളോട് ഇഷ്ടം തോന്നാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളെ വില കൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ വേറെ ആർക്കാണ് നിങ്ങളോട് ഒരു വില തോന്നുക? ആർക്കും ഒരു വില കൽപ്പിക്കില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും ആരും ഒരു വാല്യൂ തരില്ല. സോ നിങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം തോന്നട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങൂ. അതിനുശേഷം ജീവിതത്തിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടത് സെൽഫ് ലവ് പ്രാക്ടീസാണ്. ഇതിന് ഞാനൊരു മെഡിറ്റേഷൻ കൂടി ഞാൻ ഇന്ന് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് തരാം. ആ മെഡിറ്റേഷൻ കൂടി ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒന്നെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളതൊന്ന് ചെയ്താൽ മതി. നമ്മളുടെ ഈ പ്രാക്ടീസുകൾക്ക് സമയമോ ഒന്നുമില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇതിനോട് കൂടി ഇന്ന് മുഴുവനായിട്ട് പറഞ്ഞു നടക്കാനായിട്ട് ഒരു അഫർമേഷൻ കൂടി വേണ്ടേ? ഞാൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഇത് മാത്രം പോരെ? ഈ ഒരു അഫർമേഷൻ ഇന്ന് മുഴുവനായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഈ അഫർമേഷൻ അല്ലെങ്കിൽ ഡേ 7 കംപ്ലീറ്റഡ് എന്ന്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.